നമസ്കാരം. പന്നമ്പരക്കിഴി പോയി ചിങ്ങത്തിരുവോണം വാ, കന്നമ്പരക്കിഴി പോയി ഓണത്തിച്ചങ്കരം വാ. ഈ ആണ്ടും മൂവാണ്ടും ഞങ്ങളെ കാത്തുകൊള്ളേണം തമ്പ്രാ, വിത്തും കൈക്കോട്ടും പാടണ പുലരാ പുലരി വരേണം. നിറപറ വെച്ചെതിരേൽക്കാം, പുത്തരി വെച്ചു വിളമ്പാം, ഇല്ലാത്തോരാണേലും ഞങ്ങൾ ഉള്ളതിൽ പങ്കുതരാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും കാലം എന്നെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ ഓണാശംസകൾ നേരുകയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കുഞ്ചൻ നമ്പ്യാരെ പരീക്ഷിക്കാനായി ഒരു ചോദ്യം ചോദിച്ചു. നമ്പ്യാരെ, നമ്മുടെ കൊട്ടാരത്തിലെ ആനയ്ക്ക് വലിയ ഭംഗിയാണ് അല്ലേ? പക്ഷേ അതിന് വാലിന് ഒട്ടും നീളമില്ല. അപ്പോൾ നമ്പ്യാർ പറഞ്ഞു, അടിയൻ തമ്പുരാനെ, വാലിന് നീളമില്ലാത്തതല്ല, ആന വലുതായതുകൊണ്ട് വാല് ചെറുതായി പോയതാണ്. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കേരള ഘടകം മെലിഞ്ഞു പോയത് ആനയുടെ കുഴപ്പം കൊണ്ടല്ല, അതിൻ്റെ മസ്തകമാകുന്ന പിണറായിസം വലുതായതുകൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷവും മഹാബലിക്ക് വന്നു കയറാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ക്ലിഫ് ഹൗസിലേക്കുള്ള വഴിയായിരുന്നു. കൊട്ടാര കവാടം കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മഹാബലിയെ രോമാഞ്ചം കൊള്ളിക്കുന്നതായിരുന്നു. വീണാത്തായ്ക്കണ്ടിയെ പുഷ്പാലങ്കൃതമായ ഊഞ്ഞാലിലിരുത്തി താലോലിച്ച് തള്ളിവിടുന്ന ഭർത്താവ് റിയാസ്. ക്ലിഫ് ഹൗസിൻ്റെ മുറ്റത്ത് ഒരു വലിയ പൂക്കളം, അതിൻ്റെ നടുവിൽ തൃക്കാക്കരയപ്പൻ എഴുന്നള്ളി വന്ന് ഇരിക്കുകയാണ് ഒരു ഇരുമ്പ് കസേരയിൽ. അവിടെ അതാ ഒരു കുമ്മിയടി പാട്ട് ഉയരുകയായി. കുമ്മിയടിക്കുവിൻ കമ്മികളെ, കുമ്മിയടിക്കുവിൻ അന്തങ്ങളെ, പൊന്നിൻ തിരുവോണം വന്നതറിഞ്ഞില്ലേ, കുമ്പിട്ടു കുമ്പിട്ടു കുമ്മിയടി. പിണറായിക്കും പൂക്കളം, കമലേട്ടത്തിക്കും പൂക്കളം, മലയാളക്കരയാകെ കമ്മിയോണമേ. ആഹാ, കമ്മികൾക്കും അന്തങ്ങൾക്കും പൊന്നോണമേ. എന്തൊക്കെ ആഘോഷമായിരുന്നു അന്ന് ക്ലിഫ് ഹൗസിൽ നടന്നുകൊണ്ടിരുന്നത്. മരുമകനെ ഊഞ്ഞാലിലാട്ടുന്ന ശിവൻകുട്ടി, ഭാര്യയെ ഊഞ്ഞാലിലിരുത്തിയാട്ടുന്ന റിയാസ്. കഴിഞ്ഞ ഓണത്തിന് റിയാസും സംഘവും അവതരിപ്പിച്ച ഒരു പ്രത്യേക സംഘഗാനമുണ്ടായിരുന്നു. എന്ത് മൂട് ഓണം മൂട്, എന്ത് സദ്യ ഓണസദ്യ. ഇത്തവണ റിയാസ് തനിച്ചേ ഉള്ളു പാടാൻ. എന്ത് മൂട് ഈടി മൂട്, എന്ത് റൈഡ് ഓണം റൈഡ്. അന്ന് ശിവൻകുട്ടി മരുമകനെ ലാളിച്ച് ഊഞ്ഞാലിലിരുത്തി ആട്ടുന്ന ദൃശ്യം കണ്ടപ്പോൾ പഴയ ഓണം അങ്ങ് ഓർത്തുപോയി. ഊഞ്ഞാലാട്ടത്തിൽ പെട്ടയാട്ടം, ചില്ലാട്ടം എന്നിങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂനാക്കുണ്ടി എന്നൊരു പ്രയോഗമുണ്ട്. ഊഞ്ഞാലാടുന്നയാൾ ആവുന്നത്ര പൊക്കി അതിൻ്റെ അടിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഭവം. ഊഞ്ഞാലിലിരിക്കുന്ന ആൾക്ക് അടിവസ്ത്രം മസ്റ്റാണ്. ശിവൻകുട്ടിയെ ഊഞ്ഞാലിലിരുത്തി തിരിച്ച് റിയാസ് ഒന്ന് കൂനാക്കുണ്ടി ഇട്ടാൽ എന്താകും അവസ്ഥ? പ്രേതബാധയുള്ള ഭവനത്തിൽ ജഗതിയെ ഊഞ്ഞാലിലിരുത്തി ആട്ടിയ പോലെ ഇരിക്കും സംഭവം. ഇത്തവണ ക്ലിഫ് ഹൗസിൻ്റെ മുറ്റത്ത് ഓലക്കുടയും ചൂടി വന്ന് നിൽക്കുന്ന മഹാബലി ആകെ കൺഫ്യൂഷനിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 10 വർഷവും മഹാബലി കണ്ടുപരിചയിച്ചത് ദാനധർമ്മിയും നീതിനിഷ്ഠനുമായ ഒരു മഹാനായ ഭരണാധികാരിയായിരുന്നു. കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല, ബാലമരണങ്ങളില്ല, മാസപ്പടിയില്ല, വ്യാജ ബിരുദങ്ങളില്ല, തള്ളിക്കയറ്റിലില്ല, ധൂർത്തില്ല, ആഡംബരമില്ല. നാഴി അരിയിട്ട് വേവിക്കും, ഒരു ഉണക്കമീനും ചുട്ട പപ്പടവും കൂട്ടി രാജാവ് കഞ്ഞി കുട്ടിക്കും. അങ്ങനെയാണ് പിണറായി വിജയൻ എന്ന 51 വണ്ടി രാജാവ് ഈ കേരളം ഭരിച്ചിരുന്നത്. അനാവശ്യമായി ചില്ലിക്കാശ് പോലും കൈവശം വയ്ക്കില്ല. മകൾക്കോ മരുമകൾക്കോ ഒരു തരത്തിലും ധനസമ്പാദത്തിന് അനുവാദമില്ല. പണം കാണുമ്പോൾ അയ്യോ ആളെ കൊല്ലി എന്ന് പറഞ്ഞുകൊണ്ടോടുന്ന പന്തിരികുലത്തിലെ പാക്കനാരെ പോലെയായിരുന്നു പിണറായി വിജയൻ എന്ന ധർമ്മിഷ്ഠൻ്റെ ജീവിതം. പട്ടിക്കും കാക്കയ്ക്കും പരുന്തിനും പൂച്ചയ്ക്കും ഒരു ഉരുളയെങ്കിലും കൊടുക്കാതെ ആ മനുഷ്യൻ അന്നം കഴിക്കുമായിരുന്നില്ല. എല്ലാ ദിവസവും നടയടയ്ക്ക് മുമ്പ് ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിൽ ഒരു റാന്തൽ വെളിച്ചത്തിൽ വന്നതെന്ന് ചോദിക്കും, അത്താഴ ഭക്ഷണിക്കാരുണ്ടോ?
ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യൻ പാർത്തിരുന്ന ക്ലിഫ് ഹൗസിൽ ഇതാ ഒരു നുണയൻ സതീശൻ രാജാവായി വാഴുന്നു. ഓലക്കുടം അടക്കാൻ കഴിയാതെ ചവിട്ടിയൊടിച്ച് മാറ്റിവെച്ച മഹാബലി ചോദിച്ചു, ഒരു നീതിമാന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്നെ പണ്ടേ ചവിട്ടിത്താഴ്ത്തിയതിൽ എന്ത് അത്ഭുതമാണുള്ളത്. വിഷ്ണു ചിഹ്നങ്ങളെല്ലാം മായ്ച്ചു ജഗന്നാഥൻ വടിരൂപിയായി വിളങ്ങിനാൻ എന്ന മട്ടിൽ ആ മഹാവിഷ്ണു മഹാബലിക്ക് മുമ്പിൽ അവതരിക്കുകയായിരുന്നല്ലോ. ഒരു കൊച്ചു പയ്യൻ വന്ന് 3 അടി ചോദിച്ചപ്പോൾ എത്ര സന്തോഷത്തോടെയാണ് കുനിഞ്ഞിരുന്ന് തലയിൽ ചവിട്ടാൻ അനുവാദം കൊടുത്തത്. ഇതേ അവസ്ഥയായിപ്പോയി പിണറായി വിജയനും. ഇത്തവണ പറവൂരിൽ ജയിക്കുമെന്ന് പോലും വിശ്വാസമില്ലാതിരുന്ന ഒരു സതീശൻ 100 സീറ്റിലധികം വാങ്ങുമെന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകേട്ട് അന്തങ്ങളും കമ്മികളും മരക്കുറ്റിക്കാരൻ്റെ ചാനലും ബുദ്ധിജീവികളും മന്ത്രിമാരും ആർത്തു ചിരിച്ചു. ഫലം വരുമ്പോൾ മരപുരിയുടുത്ത് വനവാസത്തിന് പോകുമെന്ന് കരുതിയവനിതാ മഹാബലിയുടെ സാമ്രാജ്യം തിരിച്ചു വാങ്ങിയിരിക്കുന്നു. മഹാബലി വളരെ ദുഃഖാർത്തനായിട്ടാണ് ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിൽ നിന്നും തിരിച്ചു പോയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷവും മഹാബലിയെ കണ്ടു പരിചയമുള്ള കുളം ഒരു ചെറു ആന്തോളനമുണ്ടാക്കി. മച്ചിൻ്റെ മുകളിൽ നിന്ന് ആ മടക്കയാത്ര കണ്ട മരപ്പെട്ടി മഹാബലിയോട് ചോദിച്ചു, പോവുകയാണോ രാജാവേ? നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരൊക്കെ മഹാബലിയുടെ വരവറിയിക്കുന്ന ആ മെതിയടി ഒച്ചയ്ക്കായി കാതോർത്തിരിക്കുമ്പോൾ ഈടിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് തായ്ക്കണ്ടി ഫാമിലി. പണ്ട് കുഞ്ഞുണ്ണിമാഷ് പാടിയ ഒരു ഓണപ്പാട്ട് ഓർമ്മ വരുന്നു. തൃക്കാക്കരയപ്പനൊരു മണ്ടത്തം പറ്റി, നേന്ത്രപ്പഴം തിന്നു പല്ലെല്ലാം പോയി, നേന്ത്രപ്പഴം തിന്നു പല്ലെല്ലാം പോയി, തേങ്ങാപ്പോൾ തിന്നപ്പോൾ പല്ലെല്ലാം വന്നു. അമ്മയുണ്ടാക്കി കൊടുത്ത ഒറോട്ട് കഴിച്ച് പല്ലെല്ലാം പോവുകയും നെയ്മീൻ കഴിച്ച് പല്ലെല്ലാം വരികയും ചെയ്ത പിണറായി വിജയൻ ഇന്നലകളെപ്പറ്റി ഓർത്ത് ഇതാ വീട്ടിലിരിക്കുന്നു. അരവയറൻ കുടവയറിനെ സ്വപ്നം കാണുന്ന കാലമായിരുന്നു പണ്ടത്തെ മനുഷ്യൻ്റെ ഓണക്കിനാവുകളിൽ ഉണ്ടായിരുന്നത്. ദരിദ്രരായ മനുഷ്യൻ്റെ ഓണസങ്കല്പങ്ങൾക്ക് ചിറക് നൽകിയത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു. നാഴി അരിക്കും മറുതുണിക്കും വകയില്ലാത്തവൻ ആ ചെങ്കൊടിയിലായിരുന്നു നാളുകളെ സ്വപ്നം കണ്ടത്. ജന്മിക്കും പണിയാളർക്കും മധ്യേ അവകാശ പോരാട്ടങ്ങളിൽ ഉറച്ച് പാർട്ടി നിലകൊണ്ടു. അന്ന് പാർട്ടി ബീഡി തെറുക്കുന്നവൻ്റെയും തൊണ്ട് തല്ലുന്നവൻ്റെയും അണ്ടി തല്ലുന്നവൻ്റെയും ഒപ്പമായിരുന്നു. തൊഴിലാളിക്കൊപ്പം വയൽവരമ്പിലിരുന്ന് അവൻ്റെ പാത്രത്തിൽ നിന്നാണ് AKG ഉച്ചഭക്ഷണം കഴിച്ചത്. പാടത്ത് പണി ചെയ്യുന്നവന് വരമ്പത്ത് കൂലി വാങ്ങിക്കൊടുത്തത് ആ പാവങ്ങളുടെ പടത്തലവനായിരുന്നു. കാലം മാറി, കഥ മാറി, കാലാവസ്ഥ എങ്ങും മാറി എന്ന പരസ്യം പോലെ കാലത്തിനൊപ്പം കമ്മ്യൂണിസം വല്ലാതെ മാറിപ്പോയി. പാവങ്ങൾക്ക് പകരം പൗരപ്രമുഖർക്കൊപ്പം ഇരുന്ന് പിണറായി വിജയൻ അമൃതത്ത് കഴിച്ചു. ആ മനുഷ്യൻ ചെറുപ്പത്തിൽ അനുഭവിച്ച പട്ടിണിക്കും ദാരിദ്ര്യത്തിനും എല്ലാം സമൂഹത്തെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചു. പാവങ്ങളുടെ പടനായകൻ്റെ പേരിൽ പാർട്ടി പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തെ സ്വന്തം കമ്പനിയുടെ മേൽവിലാസമാക്കി ഈ സമൂഹത്തെയും പാർട്ടിയെയും ഒരു മകൾ കബളിപ്പിച്ചു. അധികം നീട്ടുന്നില്ല. കട്ടമറിഞ്ഞാൽ കാണുന്ന പടം എന്ന് ഉത്സവപ്പറമ്പിലെ കുലുക്കിക്കുത്തുകാരൻ പണ്ട് എഴുതി വയ്ക്കുന്നത് ഓർമ്മ വരുന്നു. പിണറായി വിജയനെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി അവരുടെ ഒരു ആദായ മാർഗമാണ്. കമ്മ്യൂണിസം ഇതാ കട്ടയും പടവും മടക്കി വച്ചിരിക്കുന്നു.